സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ വായിക്കുകയാണ്. ബൈബിളുള്ള ആളുകൾ എടുത്ത് വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ചിരിക്കുക. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അതു എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനു അടയാളം എന്തു എന്നും പറഞ്ഞു തരണം എന്ന്. അതിനു യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. യേശുവിൻ്റെ ശിഷ്യന്മാർ എപ്പോഴും യേശുവിനോടൊപ്പം തന്നെ ആയിരുന്നു. അവർക്കൊരു ആശ്രമമില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു കുടിൽ ഇല്ലായിരുന്നു, അവർക്കൊരു വീടില്ലായിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് അവന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നശിച്ചു പോകുന്നതായ ഈ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കണം, പാപത്തിൽ അകപ്പെട്ടു പോയതായ ഈ മനുഷ്യനെ എങ്ങനെ രക്ഷിച്ചെടുക്കണം. പിശാചിന് ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട് പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ട് അവൻ്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായ ഈ മനുഷ്യനെ എങ്ങനെ വിടുവിക്കണം. ഈ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്, ഉപദ്രവം അനുഭവിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ യേശുവിന് ഉറങ്ങുവാനോ സമയത്തിന് ആഹാരം കഴിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അവൻ കാൽനടയായിട്ടായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി കാൽനടയായിട്ട് ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചു പോകാനിടയായി. പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യന്മാരെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് പല ഇടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് അനേകം രോഗികളെ അവൻ സൗഖ്യമാക്കിയിട്ട് അവരോട് സ്വർഗീയ വിഷയങ്ങളും പങ്കുവെച്ചുകൊണ്ട് പോകുമായിരുന്നു. അവനോടൊപ്പം ഒരു 12 ശിഷ്യന്മാരെ അവൻ തിരഞ്ഞെടുത്തു. ആ 12 ശിഷ്യന്മാരോട് കൂടെ ഏകദേശം 3.5 വർഷക്കാലം അവൻ ദൈവവേല ചെയ്തു. 30 വർഷം അവൻ അജ്ഞാതമായി തന്നെയായിരുന്നു. 3.5 വർഷക്കാലം അവൻ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനിടയായി. യോർദാൻ പ്രദേശങ്ങളിലും ആ ബഥാനിയയിലും യെരുശലേമിലും. ഈ കാലത്ത് നിങ്ങൾ യെരുശലേമിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പാലസ്തീനിൽ പോവുകയാണെങ്കിൽ, യേശുക്രിസ്തു സഞ്ചരിച്ച ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. അതെല്ലാം കാണുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു, കുറച്ചിടങ്ങളിൽ മാത്രമായിരുന്നു അവൻ വേല ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇന്നത്തെ സുവിശേഷകരെ പോലെ, ഇന്റർനാഷണൽ സുവിശേഷകരെ പോലെ ഈ പട്ടണത്തിൽ നിന്ന് ആ പട്ടണത്തിലേക്കും, ഈ രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്തിലേക്ക്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചു വന്നിരിക്കുന്നു എന്ന് ദേവദാസന്മാർ പറയുന്നുണ്ട്. എന്നാൽ കേവലം ചെറിയ പ്രദേശങ്ങളിൽ മാത്രമാണ് അവൻ സഞ്ചരിച്ചത്. എന്നാൽ അവൻ ചെയ്തതായ സേവ, നമ്മളൊക്കെ 30-50 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ 3.5 വർഷമായിട്ട് അവൻ ചെയ്തതായ വേലയുടെ ഫലം ഈ ദിവസവും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവനങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യെരുശലേമിൽ അപ്പോൾ വന്നതായ സമയത്ത് ശിഷ്യന്മാരുടെ വരുമ്പോൾ ആ യെരുശലേമിൽ നോക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മന്ദിരമുണ്ട്. ആ കാലത്ത് ഇന്നുള്ളതുപോലെ ഒരുപാട് ദൈവത്തിൻ്റെ ആലയങ്ങളില്ല. യെരുശലേമിൽ ഒരേയൊരു ദൈവത്തിൻ്റെ ആലയം മാത്രമാണ് ഉള്ളത്. അത് ശലോമോൻ നിർമ്മിച്ചതായ ദേവാലയമാണ്. അത് കവർച്ച ചെയ്യപ്പെട്ടു, തകർക്കപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ദേവാലയത്തെ അവർ ഉപേക്ഷയായിട്ട് വിചാരിച്ചു. അതുപോലെ ദേവാലയത്തെ അവർ അശുദ്ധിയാക്കി മാറ്റാനിടയായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി. എന്നാൽ പുതിയ നിയമ കാലഘട്ടം വന്നപ്പോഴേക്കും യഹൂദന്മാർക്ക് ദേവാലയം നിർമ്മിക്കണമെന്ന ആലോചന വന്ന സമയത്ത് ആ കാലത്തുണ്ടായിരുന്നതായ ഹെരോദാവ് അവരെ ആലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സഹായിച്ചു. അങ്ങനെ വീണ്ടും ആലയം നിർമ്മിക്കുവാൻ ഇടയായി. വലിയ വലിയ കല്ലുകൾ ഉപയോഗിച്ച് അതിമനോഹരമായ രീതിയിലായിരുന്നു അത് നിർമ്മിച്ചത്. വളരെ ഉയരത്തിൽ അതിമനോഹരമായ രീതിയിൽ അവിടെയും ഇവിടെയും ബാൽക്കണിയൊക്കെ വെച്ച് വലിയ വലിയ പില്ലറൊക്കെ ആയിട്ട് കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിരുന്ന ആലയമായിരുന്നു. ആ ആലയത്തിൽ കൂടി ഒരു ദിവസം കർത്താവും ശിഷ്യന്മാർ നടക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ കല്ലുകൾ എത്ര മനോഹരമെന്ന് നോക്കൂ, ഇതിൻ്റെ ഉയരം നോക്കൂ, എത്ര അത്ഭുതകരമായിരിക്കുന്നു, എത്ര മനോഹരമാണെന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ആലയത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, യേശുക്രിസ്തു അപ്പോൾ മനസ്സിൽ ചിരിച്ചിരുന്നിരിക്കാം. ഓ, എത്ര ഉയരമുള്ളതായ തൂണാണ്! നീ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ആരോടാണ് പറയുന്നത്? അവൻ ആരാണ്? സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി പാദപീഠവും
ആയിരിക്കുന്ന ദൈവത്തിന് മുൻപിൽ പറയുകയാണ് 7-10 അടിയുള്ള തൂണിനെക്കുറിച്ച്, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണോ? എന്താണ്? സ്വർഗത്തിൽ അവൻ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ പാദപീഠം ഭൂമിയിലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആകാശത്തിനും ഭൂമിക്കും മധ്യേ എത്ര ഉയരമുണ്ടോ അത്രയും വലിപ്പമുണ്ട് അവൻ്റെ കാലുകൾക്ക് എന്നല്ലേ? അവൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് വർണ്ണിക്കുവാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആകാശത്തിൻ്റെ ഉയരത്തെ അളക്കാൻ ആർക്കു കഴിയും? ആകാശം ഇപ്പോഴും അനന്തമായി തന്നെ കിടക്കുകയാണ്. അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പരിശ്രമിക്കും തോറും അത് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര അന്വേഷണം നടത്തിയാലും എത്ര ദൂരം പോയാലും അത് കണ്ടുപിടിക്കുവാൻ കഴിയുന്നതേയില്ല. അതും ഒരാകാശമാണ്. അതിൻ്റെ മുകളിൽ വേറൊരാകാശമുണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? അറിയില്ലേ? മധ്യാകാശം. അതിൻ്റെ പേരെന്താണ്? മധ്യാകാശം. അതിനു മുകളിൽ മറ്റൊരാകാശമുണ്ട്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല, കാരണം ബൈബിൾ വായിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് ബൈബിൾ അനുസരിച്ചാണ്, സയൻസ് അനുസരിച്ചല്ല. മധ്യാകാശത്തിൽ കർത്താവ് വരുവാനിടയാകും എന്ന് നമ്മൾ പാട്ടുപാടാറില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? എന്താണ്? മധ്യാകാശം ഉണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുവാനിടയായി. അത് ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ നിവാസമാണ് എന്ന് പറയില്ലേ? അത് 3-ാമത്തെ ആകാശമാണ്. ഇവിടെയുള്ള ആകാശത്തിൻ്റെ ഉയരം പോലും കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എന്നാൽ അതിൻ്റെ മുകളിലുള്ള മധ്യാകാശത്തിൻ്റെയും അതിന് മുകളിലുള്ള 3-ാമത്തെ ആകാശത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനേകം ആളുകൾക്കും ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും വലിപ്പം എന്താണെന്നും ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തോട് അനേകർ മറുതലിക്കുകയാണ്. ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും വലിപ്പം എന്താണെന്നും മനസ്സിലാക്കുന്നില്ല. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി എത്ര മനോഹരമായിട്ടാണ് സകലത്തെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ എത്ര ഉന്നതനായ ദൈവമാണ്, എത്ര വലിയ ദൈവമാണെന്നുള്ളതായ സത്യം ആരും മനസ്സിലാക്കുന്നില്ല. സമ്പത്തും അവർ ഉണ്ടാക്കിയതായ പണവും കണ്ടിട്ട് അവർ പുകഴുകയാണ്. മനുഷ്യർ നിർമ്മിച്ചതായ സൃഷ്ടികൾ കണ്ടുകൊണ്ട് വലിയ അത്ഭുതം എന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നതായ, യഥാർത്ഥമായ അത്ഭുതങ്ങൾ ചെയ്യുന്നതായ ദൈവത്തെ അവർ തിരിച്ചറിയുന്നില്ല. ഈ ദിവസം ഒരു TV പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, സെൽഫോൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഏതു മനുഷ്യനാണ് സാറ്റലൈറ്റിനെ ആകാശത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്? ദൈവം നിർമ്മിച്ചിരിക്കുന്നതായ സാറ്റലൈറ്റിനെ കണ്ടുകൊണ്ട്, അതിൻ്റെ പ്രവർത്തന രീതി കണ്ടുകൊണ്ട് അതനുസരിച്ച് TVയും ഫോണുമൊക്കെ നിർമ്മിക്കുവാൻ ഇടയായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ആരും ആകാശത്ത് സാറ്റലൈറ്റിനെ വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നതല്ല. ആ ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാനുള്ളതായ ജ്ഞാനം നൽകിയിരിക്കുന്നതും ദൈവമാകുന്നു. അത്ര വലിയ ദൈവത്തെ നാം ഉപേക്ഷയെ വിചാരിച്ച് ഈ ലോകത്തിൽ ദൈവത്തെ മനസ്സിലാക്കാതെ ലോകത്തിലുള്ളതായ കാര്യങ്ങളെ കണ്ടിട്ട് അത്ഭുതകരമായതാണെന്നും ആശ്ചര്യകരമാണെന്നും ഒക്കെ പറഞ്ഞ് കെട്ടിടങ്ങൾ കണ്ടിട്ട് മനോഹരമാണെന്നൊക്കെ പറയുന്നു. അന്ന് ശിഷ്യന്മാരും അതുതന്നെയാണ് ചെയ്തത്. ആലയത്തിൻ്റെ തൂണുകളെ കണ്ടുകൊണ്ട് അവർ അത്ഭുതം കൂറി അത് വർണ്ണിക്കുവാനിടയായി. അപ്പോഴെന്താണ് കർത്താവ് അവരോട് പറഞ്ഞത്? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകാനിടയാകും. ഇത് ശാശ്വതമായത് അല്ല. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോൾ അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എന്നാൽ അതിനുശേഷം ഒലിവുമലയിൽ പോയിരുന്നതായ സമയത്ത് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കാനിടയായി, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനുമുള്ളതായ സൂചനകൾ, അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയായിരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുക്രിസ്തു വീണ്ടും വരുമെന്ന്? അവർ ഹല്ലേലൂയ പറയാമോ? എപ്പോഴാണ്? ക്രിസ്ത്യാനിയായിരിക്കുന്നതായ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 100 കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിരിക്കാം കർത്താവിൻ്റെ വരവിനെ കുറിച്ചിട്ടുള്ളത്. ഇതാ വരുന്നു, അതാ കർത്താവ് വരുന്നുവെന്ന് എന്നെപ്പോലുള്ള പാസ്റ്റർമാർ പ്രസംഗിച്ച് കേട്ട് അവസാനം അടുത്തുപോയി ഇനി എപ്പോൾ വരാനാണ് എന്ന് ചിന്തിക്കുകയായിരിക്കും. ഇനി കർത്താവ് വരുമോ എന്ന് ചിന്തിക്കുകയായിരിക്കും. ബൈബിളിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് മാത്രം വ്യക്തമായിട്ട് പറയുന്നില്ല. അത് ആർക്കും തന്നെ അറിയില്ല. ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ല, ഒരു പ്രസംഗകനും അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. അവൻ്റെ വരവിനെക്കുറിച്ച് മാത്രം ആർക്കും അറിയുകയുമില്ല. ഇന്ന ദിവസം യേശുക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് ചിലർ പറഞ്ഞിട്ട് നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ കൊറിയയിലും ചില കൂട്ടങ്ങളുണ്ട്. യേശുക്രിസ്തു വരാൻ പോവുകയാണ്, നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ ചെലവഴിച്ച് തീർക്കുക, നിങ്ങളുടെ വസ്തുവെല്ലാം വിറ്റിട്ട് ഉള്ള പണവും കൊണ്ട് വരിക, നമുക്ക് ഒരുമിച്ച് ഒരു മലയിൽ കയറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് വരുമ്പോൾ ആദ്യം നമുക്ക് കയറിപ്പോകാം. അങ്ങനെ പറഞ്ഞപ്പോൾ ജനം കുറേ ആളുകൾ അത് വിശ്വസിച്ചിട്ട് ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം വിറ്റ് കളഞ്ഞിട്ട്
അവസാനം ആ മലയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നു. വന്നില്ല. അവസാനം പറയുകയാണ്, ഞാനാണ് ക്രിസ്തുവെന്ന്. ആരാണ്? ആ പ്രസംഗകൻ തന്നെയാണെന്ന്. ഞാനാകുന്നു ക്രിസ്തു. അന്ത്യകാലത്ത് അനേകർ പറയാറുണ്ട് ഇങ്ങനെ, ഞാനാകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞ കള്ളപ്രവാചകന്മാർ വരും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ബൈബിൾ നിർബന്ധമായി വായിക്കേണ്ടത്. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അതുപോലെ തന്നെ എപ്പോൾ വരും എന്നുള്ളതായ കൃത്യമായ സമയം അറിഞ്ഞിരിക്കേണ്ടതായ ആവശ്യമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ഏതു സമയത്ത് വന്നാലും ഞാൻ അവനോടൊപ്പം പോകാൻ ഒരുക്കമാണോ അല്ലയോ എന്നതാണ് മുഖ്യം. യേശുക്രിസ്തുവിൻ്റെ വരവും അതുപോലെ ഈ ലോക അവസാനവും രണ്ടും രണ്ട് വിഷയങ്ങളാണ്. യേശുക്രിസ്തു വന്നിട്ട് പോകാനിടയാകും. അതിനുശേഷമാണ് ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത്. അതായത് ഈ ഭൂമിയും ആകാശവും സകലതും, ഭൂമിയും ആകാശവുമെല്ലാം മാറിപ്പോകുവാനിടയാകും. എന്തൊക്കെയാണ് പറയുന്നത്? ആകാശവും ഭൂമിയും. പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പോൾ വായു, വെള്ളം, അഗ്നി, ഇവയെല്ലാം പഞ്ചഭൂതങ്ങൾ കൊടും മുഴക്കത്തോടുകൂടി ഒഴിഞ്ഞു പോകാനിടയാകും. അപ്പോൾ നിന്റെ സമ്പാദ്യമൊന്നും അവിടെ കാണില്ല. നീ വാങ്ങിച്ച പുതിയ കാർ അവിടെ കാണില്ല. നീ നിർമ്മിച്ച വലിയ ഭവനമൊന്നും അവിടെ കാണില്ല. ഒന്നും കാണില്ല. സകലതും നശിച്ചു പോകും. എന്നാൽ ഇന്നുള്ള മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ലോകത്തിൻ്റെ അവസാനം എപ്പോഴാണ്? യേശുവിൻ്റെ വരവ് എപ്പോഴായിരിക്കും? കർത്താവിൻ്റെ വരവ് എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ച് ഒരുപാട് പേർ കേട്ട് ഇപ്പോഴവർക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധമായ ദാഹവുമില്ല, ആഗ്രഹവും ഇല്ലാതായിരിക്കുന്നു. വരുമ്പോൾ കാണാം എന്ന രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നനയ്ക്കാത്ത സമയത്ത്, നിങ്ങൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ ലൗകിക കാര്യത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ലോകകാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ കള്ളൻ വരുന്നത് പോലെ അവൻ വരുവാനിടയാകും. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വരവിൻ്റെ സമയത്ത് ഇത് സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അവൻ പറയുന്നു, നിങ്ങളെ ആരും തന്നെ വഞ്ചിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കുക എന്ന്. നോക്കൂ, നാം കൂട്ടായ്മയിലിരിക്കുന്ന സമയത്ത് ദൈവദാസന്റെ മുൻപിലല്ല ഇരിക്കുന്നത്, അതുപോലെ ഒരു പബ്ലിക് മീറ്റിങ്ങിലല്ല ഇരിക്കുന്നത്. എത്ര പേർക്കറിയാം എവിടെയാണെന്ന്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയുക. അതായത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മധ്യേ ആരുണ്ട്? ദൈവം വസിക്കുന്നുണ്ട്. ആ ദൈവം നമ്മുടെ മധ്യേയുണ്ട്. അവൻ നിങ്ങളെ കാണുന്നുണ്ട്. പാസ്റ്ററായിരിക്കുന്ന എനിക്ക് നിങ്ങളുടെ മുഖമേ കാണാൻ കഴിയില്ല. എന്നാൽ ദൈവം ഇവിടെ ഇരുന്നു കൊണ്ട് എന്താണ് നോക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കുകയാണ്. ശീമോൻ യേശുവിനെ വിരുന്നു കൊടുക്കുവാനിടയായി. തൻ്റെ ഭവനത്തിൽ തൻ്റെ കുഷ്ഠരോഗം മാറിയതിൻ്റെ സന്തോഷത്തിൽ യേശുവിനെ ശിഷ്യന്മാരെ വിളിച്ച് വിരുന്നു കൊടുക്കാനിടയായി. ആ സമയത്ത് യേശു ഇരിക്കുന്നതായ സമയത്ത് പാപിനിയായ ഒരു സ്ത്രീ വന്നിട്ട് തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദം തുടയ്ക്കുകയാണ്. അപ്പോൾ ശീമോന് എന്താണ് മനസ്സിൽ വിചാരിച്ചത്? അയ്യോ, അവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇതാ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പാദങ്ങൾ തുടയ്ക്കുന്നു. യേശുവിന് അറിയാൻ കഴിയില്ലേ? യേശു പ്രവാചകനല്ലേ? ഈ സ്ത്രീയെ ഇറക്കി വിടേണ്ടതല്ലേ എന്ന് ശിമോൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ശിമോനെ, നീ ആ സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനിടയായി. എത്രയോ തവണ കർത്താവ് പരീശന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ചിന്തകളെ വിവേചിച്ച് പറയുവാനിടയായി. അതുപോലെ തന്നെ നാം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ വിചാരങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ വ്യക്തമായിട്ട് അറിയുന്നവനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മറുപടി നൽകുന്നതിന് വേണ്ടി ദൈവദാസന്മാരുടെ നാവിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോടുള്ള ആലോചനകളെ പങ്കുവയ്ക്കുവാനും ദൈവം മതിയായവനാണ്. അങ്ങനെയുള്ള കൂട്ടായ്മയാണ് ഉണർവിൻ്റെ കൂട്ടായ്മ. അല്ലാതെ വെറും പേരിന് വേണ്ടിയുള്ളതല്ല, തമാശ കാണിക്കുന്നതല്ല. മനുഷ്യൻ മണ്ണുകൊണ്ട് വീടുണ്ടാക്കുമ്പോൾ പ്രവാചകന്മാർ സിമെന്റ് പൂശുമെന്നാണ് പറയുന്നത്. എന്താണ്? മണ്ണുകൊണ്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും സിമെന്റ് പൂശുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാറുള്ളത്? വലിയൊരു കാറ്റ് വരുന്ന സമയത്ത് എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനിടയാകും, ബലം ഇല്ലാത്തത് കൊണ്ട്. ഇന്നുള്ളതായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ വിശ്വാസം കുറവായതുകൊണ്ട്, ആത്മീയ ബലം ഇല്ലാത്തതുകൊണ്ട്, ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ബലഹീനരായിട്ട് കാണപ്പെടുന്നു. യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, നിങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ സൂക്ഷിക്കുക. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുവാൻ ഇടയായി, കബളിപ്പിക്കപ്പെടുവാൻ ഇടയായി.
അത് പണം സംബന്ധിച്ച് ആയിരിക്കാം, ജോലി സംബന്ധിച്ചായിരിക്കാം. വഞ്ചിക്കപ്പെട്ടവർ, വഞ്ചിച്ചവരല്ല, വഞ്ചിച്ച ആളുകളുമുണ്ട് നമ്മുടെ ഇടയിൽ അനേകം ആളുകൾ. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വഞ്ചിച്ചവരുമുണ്ട്. വഞ്ചിച്ചവരായതുകൊണ്ട് അവർക്കും വഞ്ചന പകരം ലഭിക്കുവാൻ ഇടയാകും. മനുഷ്യർ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. എന്നാൽ ഇന്ന് അനേകം ആളുകളുണ്ട് വ്യക്തമായിട്ടുള്ള ദൈവിക വചനത്തിന്മേൽ ഗ്രാഹ്യമില്ലാത്ത ആളുകൾ. പ്രാർത്ഥന. കർത്താവേ, നിനക്ക് സ്തോത്രം കരയറ്റുകയാണ്. ഈ സമയത്ത് നിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്നെ നീ വില കൊടുത്ത് വാങ്ങിയതായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ഇന്ന് ദർശിക്കുമാറാകണമേ. എല്ലാവിധമായ പാപബന്ധനത്തിൽ നിന്നും, എല്ലാവിധമായ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ വിടുവിച്ചെടുക്കുകയാണ് ദൈവമേ. ദുഷ്ടന്റെ തന്ത്രങ്ങളെയെല്ലാം, അന്ധകാരത്തിന്റെ വ്യാപാരത്തെയെല്ലാം തകർത്തുകൊണ്ട് അവയെ ബന്ധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്നിവിടെ നടത്തുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളെ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെയെല്ലാം വ്യക്തമായിട്ട് അറിയുന്നതായ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ നന്നായി അറിയുന്നതായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റണമേ അപ്പാ. ഉദരഫലമില്ലാതെ അനേകം ആളുകൾ ഭാരപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾ, യഹോവ നൽകുന്ന ദാനം ഉദരഫലം അവന്റെ പ്രതിഫലം ആകൊണ്ട് ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഉദരഫലം നൽകണമേ. കടഭാരം വന്നിട്ട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, ജോലിയില്ലാതെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളെ ദർശിക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും നീ കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവരിലേക്ക് അയച്ച് പാപത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ദൈവത്തിന്റെ വലിയ കൃപ അവരുടെ മേൽ വ്യാപരിപ്പിക്കുമാറാകണമേ. ദുശീലം ഉപേക്ഷിക്കാൻ കഴിയാതെ, മദ്യപാനവും സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ കഴിയാതെ, പുറമെ ഭക്തനാണെന്ന് ഭാവിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന വാഗ്ദത്ത വചനമനുസരിച്ചുകൊണ്ട് പിശാചിനെ എതിർത്ത് അവനെ ഓടിക്കുവാൻ കൃപ കൊടുക്കണമേ അപ്പ. നിന്റെ അഗ്നി വേലി കൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കണമേ. എല്ലാവരുടെയും ജീവിതത്തിലുള്ള പിശാചിന്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയണമേ. നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടി നീ ഉപദ്രവിക്കപ്പെടുവാനും നീ ദണ്ഡിക്കപ്പെടുവാനും ഇടയായി മരണത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു നീ മരണത്തെ ജയിച്ചവനായിരിക്കുന്നുവെന്നും നിന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. ഈ ലോകത്തെയോ ലോകത്തിൽ ഉള്ളതിനെയോ ഒന്നും തന്നെ സ്നേഹിക്കുവാൻ പാടില്ല എന്ന ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ സഹായിക്കണമേ. ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട് നിത്യവും ജീവിക്കുവാൻ കൃപ നൽകുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ ഇടയാകും എന്ന് അന്ന് സഖായിയോട് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ ശുദ്ധീകരിക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകുമാറാകണമേ. നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ വരവ് താമസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 ദർശനം
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ